2024 ഒക്ടോബർ 20-ന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞ് വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി 1 വർഷം പൂർത്തിയാക്കും. ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഭരണസമിതിയുടെ 2026-27 വർഷത്തെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചു. ലൈഫ് ഉൾപ്പെടെയുള്ള പാർപ്പിട പദ്ധതിക്ക് മുൻതൂക്കം നൽകിയ ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജുമൈലയാണ് അവതരിപ്പിച്ചത്. പട്ടികജാതി വികസനം, സ്വയം തൊഴിൽ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനം തുടങ്ങിയ മേഖലയ്ക്ക് ഏറെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള സാമ്പത്തിക നയ സമീപന രേഖയാണ് ഈ ബജറ്റ്. ഗ്രാമപഞ്ചായത്തിലെ പശ്ചാത്തല മേഖലക്കും ഉൽപാദന മേഖലക്കും സേവന മേഖലക്കും പ്രാമുഖ്യം നൽകുന്നതാണ് ഈ ബജറ്റ്. സാധാരണക്കാരായ ഭവനരഹിതർക്ക് വാസയോഗ്യമായ വീട് നൽകുന്നതിന് വേണ്ടി ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിക്കും ഊർജ്ജ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി സോളാർ പദ്ധതിക്കും കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികൾക്കും പ്രാമുഖ്യം നൽകുന്നതാണ് ഈ ബജറ്റ്. ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ ഭവന പദ്ധതിക്കും പശ്ചാത്തല വികസനം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകിയാണ് 2026-27 വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത്. നടപ്പ് സാമ്പത്തിക വർഷത്തെ 8,10,94,871 രൂപ ബാക്കി ഉൾപ്പെടെ 48,06,16,536 രൂപ വരവും 46,84,15,823 രൂപ ചെലവും 1,22,713 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. ലൈഫ് ഭവന ഫണ്ടും PMAY ഭവന ഫണ്ടും കൂട്ടിയോജിപ്പിച്ച് ഭവന ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും വീട് ലഭ്യമാക്കുകയാണ് പഞ്ചായത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനായി 16,98,00,000 രൂപയാണ് നീക്കിവച്ചത്. പശ്ചാത്തല മേഖലയ്ക്ക് 90 ലക്ഷം രൂപയും കാർഷിക മേഖലയ്ക്ക് 90, വനിതാ ഘടക പദ്ധതി 39 ലക്ഷം, കുട്ടികൾ ഭിന്നശേഷി വിഭാഗക്കാർക്കായി 19 ലക്ഷം രൂപയും വകയിരുത്തി. റോഡ് വികസനത്തിന് 2 കോടി രൂപയും ആരോഗ്യ മേഖലയ്ക്ക് 75 ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത്. ബുധനാഴ്ച പ്രത്യേക യോഗം ചേർന്ന് ബജറ്റ് പാസാക്കി DPCയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും. ബജറ്റ് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത കെ ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആനിക്കോട്ടിൽ ഉണ്ണികൃഷ്ണൻ, സലാം മമ്പാട്ടുമൂല, സബിത സമീർ, KV റൌഫ, V അൻഷാബ് ബാബു, പഞ്ചായത്ത് സെക്രട്ടറി CV ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.